2022 കണ്ണൂരിൽ ഭർത്താവിന്റെ ആസിഡ് ആക്രമണത്തിൽ മരിച്ച നിജിതയുടെ മകൾക്ക് ഇടുക്കി അടിമാലിയിൽ സ്നേഹവീടൊരുങ്ങി. അടിമാലി 1000 ഏക്കറിലാണ് സുമനസ്സുകളുടെ സഹായത്താൽ സ്നേഹഭവനം നിർമ്മിച്ചിരിക്കുന്നത്. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA സ്നേഹവീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. പോയ കാലത്തെ പൊള്ളുന്ന ഓർമ്മകളിൽ നിന്ന് കണ്ണൂരിൽ ആസിഡ് ആക്രമണത്തിൽ മരണപ്പെട്ട നിജിതയുടെ മക്കൾ സ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പുതിയ വീട്ടിലേക്ക് നടന്നുകയറി. ഇനി മുതൽ ഇവർക്ക് അടിമാലി 1000 ഏക്കറിൽ സുമ്മനസ്സുകൾ തീർത്തു നൽകിയ സ്നേഹഭവനത്തിൽ അന്തി ഉറങ്ങാം. ആസിഡ് ആക്രമണത്തിൽ പരിക്കേറ്റ നിജിതയുടെ മക്കളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് അടിമാലി 200 ഏക്കറിലുള്ള പൊള്ളൽ ചികിത്സാലയമായ സ്നേഹസാന്ത്വനത്തിലെ ചികിത്സയായിരുന്നു. വൈദ്യരത്നം ജോർജ് ഫിലിപ്പ് വൈദ്യരായിരുന്നു പാരമ്പര്യ ചികിത്സയിലൂടെ ബാലികയ്ക്ക് തുണയായത്. ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരികെ എത്തിയെങ്കിലും ബാലികയ്ക്കും സഹോദരനും ഇരുവർക്കും തണലായി നിന്ന വല്യമ്മയ്ക്കും കയറിക്കിടക്കാൻ സ്വന്തമായി ഭവനമുണ്ടായിരുന്നില്ല. തുടർന്ന് ജോർജ് ഫിലിപ്പ് വൈദ്യർ തന്നെ ഇവർക്ക് വീട് നിർമ്മാണത്തിനായി 5 സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകി. 1000 ഏക്കറിലെ ഈ സ്ഥലത്താണ് സ്നേഹഭവനം ഒരുങ്ങിയിട്ടുള്ളത്. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA സ്നേഹവീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിൽ ഇടമില്ല എന്ന് മലയാളികൾ കേട്ട പാട്ട് ഇപ്പോഴും അതിൻ്റെ അർത്ഥതലങ്ങൾ നിലനിൽക്കുകയാണ്. അവിടെയാണ് വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാനുള്ള സ്ഥലം നൽകി മനോഹരമായ സാധാരണഗതിയിൽ സ്നേഹവീടുകളുടെ പലതിൻ്റെയും താക്കോൽദാന ചടങ്ങുകളിൽ നമ്മൾ സംബന്ധിക്കാറുണ്ട്. പക്ഷേ അതിനേക്കാളെല്ലാം മെച്ചപ്പെട്ട മനോഹരമായ ഭംഗിയുള്ള വൃത്തിയുള്ള ഉറപ്പുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വീട് വളരെ നന്ദിക്കും സഹോദരനും വല്യമ്മയ്ക്കുമായിട്ട് നിർമ്മിച്ച് നൽകി. ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ സ്നേഹവീടിന്റെ ആശീർവാദം നിർവഹിച്ചു. ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരികെ എത്തിയ നിജിതയുടെ മകൾ കൂമ്പമ്പാറ ഫാത്തിമ മാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠനം നടത്തുന്നത്. പെൺകുട്ടിയുടെ സഹോദരൻ വയനാട്ടിലും പഠനം നടത്തുന്നു. ജോർജ് ഫിലിപ്പ് വൈദ്യർക്കൊപ്പം കൂമ്പമ്പാറ ഫാത്തിമ മാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കൂടി നേതൃത്വത്തിലാണ് വിവിധ സുമ്മനസ്സുകളുടെ സഹായത്താൽ സ്നേഹവീടിന്റെ പൂർത്തീകരണം സാധ്യമാക്കിയത്. വീട്ടിലേക്ക് വേണ്ടുന്ന മുഴുവൻ ഫർണിച്ചറുകളും ഫാത്തിമ മാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും PTA സഹകരണത്തോടെയാണ് വാങ്ങി നൽകിയത്. ചടങ്ങിൽ സ്കൂൾ മാനേജർ ഡോക്ടർ C പ്രദീപ CMC അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് CP മാത്യു, മുൻ MLA AK മണി, റവറൻ ഫാദർ തോമസ് തുമ്പുങ്കൽ, സിസ്റ്റർ ക്രിസ്റ്റീന, ജോർജ് ഫിലിപ്പ് വൈദ്യർ, റവറൻ ഫാദർ എൽദോസ് കുറ്റപ്പാലക്കോർ എപ്പിസ്കോപ്പ, വിവിധ വൈദികർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാംസ്കാരിക രംഗത്തെ ആളുകൾ എന്നിവർ സംസാരിച്ചു. വീട് നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച വിവിധ ആളുകളെ ചടങ്ങിൽ അനുമോദിച്ചു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.